മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ഭരണത്തിനും അധികാരത്തിനുമെല്ലാം. ചരിത്രത്തിൽ ഒരുപാട് ഭരണകർത്താക്കളെ നമ്മൾ കാണാറുണ്ട്, വായിക്കാറുണ്ട്. അവിടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അതുപോലെ തന്നെ എന്നും എല്ലാവരും ഓർക്കുന്ന ഒരുപാട് ഭരണകർത്താക്കൾ. എന്നാൽ ക്രൂരതയുടെയും നിഷ്ഠൂരതയുടെയും വെറുപ്പിന്റെയൊക്കെ മറ്റൊരു വിഭാഗം ഭരണകർത്താക്കളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നാം വായിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട ഒരുപാട് സമൂഹത്തിന് നന്മകൾ നൽകിയ ഭരണകർത്താക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര സംഭവം നാം ഏവരും ഈ ഒരു ഘട്ടത്തിൽ ഓർക്കുന്നത് നന്നാവുമെന്ന് തോന്നുകയാണ്. താൻ ജനിച്ചു വളർന്ന തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കയിൽ നിന്നും അദ്ദേഹം മദീനയിലേക്ക് പോകുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. അവിടെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, മക്ക, എനിക്ക് നിന്നോട് എത്രമാത്രം പ്രിയമുണ്ട് എന്നും എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണെന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഇവിടെയുള്ളവർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മക്ക വിട്ടു പോകില്ലായിരുന്നെന്ന്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മക്കയിലേക്ക് വരുന്നുണ്ട്. അവിടെ മുമ്പ് തന്നെ പ്രയാസപ്പെടുത്തിയ, തന്റെ കുടുംബക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ച, തന്റെ പിതൃവിനെ നിഷ്ഠൂരമായി വധിച്ച, അങ്ങനെ ഒരുപാട് ക്രൂരതകൾ നൽകിയ ആളുകൾ അവർ പരസ്പരം അടക്കം പറയുന്നത് ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിനമായിരിക്കുമെന്ന്. പക്ഷേ പ്രവാചകൻ അവിടെ പ്രഖ്യാപിച്ചത് ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണ്, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് എന്ന്. അഥവാ തനിക്കേറെ പ്രയാസമുണ്ടാക്കിയവർക്ക് കാരുണ്യവും സ്നേഹവും കൈമാറി, അതാണ് ഒരു ഭരണകർത്താവിന്റെ ഉത്തരവാദിത്വം എന്ന് പഠിപ്പിച്ച മഹത്തായ ഒരു സംഭവം. അതുപോലെ തന്നെ അമേരിക്കയിൽ എക്കാലത്തെയും പ്രശസ്തനായ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കണിന്റെ ഒരു ചരിത്ര സംഭവമുണ്ട്. പ്രസിഡന്റ്ഷിപ്പിലേക്ക് അദ്ദേഹം നടന്നെടുക്കുമ്പോൾ പിന്നിൽ നിന്നും തന്റെ എതിർപക്ഷത്തുള്ള ഒരു മെമ്പർ, പാർലമെന്റേറിയൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജോലിയെ എടുത്തു പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയായിരുന്നു. മുന്നോട്ട് കുതിച്ച അബ്രഹാം ലിങ്കൺ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി പിന്തിരിഞ്ഞു വന്ന് തന്നെ പരിഹസിക്കാൻ വേണ്ടി തന്റെ അച്ഛന്റെ ആ ജോലിയെ കളിയാക്കിയ അദ്ദേഹത്തിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പറഞ്ഞു, അത്രേ, ഈ ബഹളത്തിനും തിരക്കിനിടയിൽ ഞാൻ എന്റെ അച്ഛനെയും അദ്ദേഹം ചെയ്ത മഹത്തായ ഒരു ജോലിയെയും മറന്നുപോയിരുന്നു. അത് എന്നെ ഓർമ്മിപ്പിച്ച താങ്കൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ്, അധികാരമേൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. മത്സരിച്ചത് പല പാർട്ടികളായി. ഇനി നാം മുന്നോട്ട് പോകേണ്ടത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാവണം, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാവണം, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാവണം. എതിർചേരിയിലുണ്ടായിരുന്ന തന്റെ എതിരാളിയെ ഒന്നുപോയി കണ്ട് സ്നേഹവും കുശലവും പറഞ്ഞ് സത്യപ്രതിജ്ഞയിലേക്ക് എത്തുമ്പോൾ അതിനൊരു മാധുര്യമുണ്ട് എന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.